ഹായ് ഹലോ ഗായ്സേ, ഇപ്പൊ എന്താ ചെയ്യാം അമ്മേ? നിങ്ങളെക്കാളും ടെൻഷനാ നാട്ടുകാർക്കും ഫോണിൽ കാണുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ടെൻഷനാ ഞങ്ങളുടെ 3 പേരുടെയും കാര്യം ആലോചിച്ചിട്ട്. എന്താ ചെയ്യാ പങ്ക നമ്മള്? അയ്യോ, ഞങ്ങളെ ആര് കല്യാണം കഴിക്കും? സമൂഹ വിവാഹം നടത്തണം. അതെ അതെ, സമൂഹ വിവാഹം വേണല്ലേ മമ്മേ? അയ്യോ പേടിയാവുന്നു, ഞങ്ങളുടെ ഭാവി എന്താകും? ആര് കല്യാണം കഴിക്കും ഞങ്ങളെ? ആരെങ്കിലും വരുമ്പോ പ്ലീസ്, ഞങ്ങളുടെ ലൈഫ് നശിച്ചു പോകും. ഇങ്ങനെയൊക്കെ ഓർക്കുന്ന കൊറേ ഡാഷ് മക്കളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്താ പറയാ, ഇങ്ങനെ ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ഇങ്ങനത്തെ കമന്റ് ഇടുന്നവർക്ക് വേണ്ടി. അതന്നെ, എല്ലാവരുടെയും ടെൻഷൻ അതാണ്. ഞങ്ങള് 3 പെൺമക്കളല്ലേ, പെണ്ണുങ്ങളല്ലേ, ഞങ്ങളുടെ കല്യാണം. അയ്യോ, എങ്ങനെ ഞങ്ങളുടെ മമ്മയും അമ്മച്ചി ഞങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നു ഓർത്താണ് ഗൈസ് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ അല്ലേ മമ്മേ? ഇവർക്കില്ലാത്ത ടെൻഷനാണ് ഗൈസ് നാട്ടുകാർക്കുള്ള ടെൻഷൻ. അയ്യോ അവരുടെ ഭാവി എന്താവും? അയ്യോ കല്യാണം കഴിപ്പിക്കണ്ടേ? അയ്യോ കല്യാണം, അയ്യോ കല്യാണം, അയ്യോ അത് 3 പേര്, അയ്യോ 3 പെൺമക്കളോ? അയ്യോ അത് പറയുമ്പോഴേക്കും ഞങ്ങള് ഒറ്റയടിക്ക് ഭസ്മായി പോവും, അങ്ങനെ കണ്ണ് വെച്ചില്ലാതാക്കുന്നത്. ദൈവമേ, ദയവ് ചെയ്ത് കാല് പിടിക്കാം, പറയരുത്. അതന്നെ, മനസ്സിൽ ഓർത്തോ, പുറത്ത് പറയല്ലേ. ഇവിടെ അമ്മയ്ക്കും അമ്മച്ചിക്കും ഇല്ലാത്ത ടെൻഷനാണല്ലോ എല്ലാവർക്കും ഞങ്ങളുടെ കല്യാണക്കാരും ഓർത്തിട്ട്. സമയമാകുമ്പോ ഞങ്ങള് കഴിക്കും. ഓക്കെ, ഞങ്ങൾ വി ആർ ചിൽഡ്രൻസ് ഗൈസ്, ബേബീസ്, ചിൽഡ്രൻസ് ആണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, ഞങ്ങൾ ക്യൂട്ട് കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ കുഞ്ഞുപ്രായത്തിൽ ഞങ്ങൾ കളിച്ചോടി ചാടി മറിഞ്ഞ് നടക്കട്ടെ, ഞങ്ങളുടെ കളികളൊക്കെ ഞങ്ങൾ എല്ലാരെയും കാണിക്കട്ടെ. പ്രായമാകുമ്പോ ഞങ്ങൾക്ക് അറിയാം കല്യാണം കഴിക്കണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് ശരിക്കും അറിയാം. അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യം. ചിലപ്പോ ഞാൻ എന്റെ 100ാമത്തെ വയസ്സിലായിരിക്കും കല്യാണം കഴിക്കാം, ചിലപ്പോ ഞാന് എന്റെ 50ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കും. വേണേ ഞാൻ നാളെ പോയി കഴിക്കും, വേണേ ഇപ്പൊ ഞാൻ കഴിക്കും. കാണണോ? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ കല്യാണം കഴിക്കാം. അണ്ടർസ്റ്റുഡ്? അപ്പൊ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനാണ്. ഓക്കെ, എനിക്ക് പേഴ്സണലായിട്ട് എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. ഞാൻ തീരുമാനിച്ചേക്കുന്ന എന്റെ ഫാമിലിക്കാണ് ഞാൻ വിട്ടുകൊടുത്തേക്കുന്നത് എന്റെ കാര്യങ്ങൾ. ഓക്കെ, എന്റെ ഫാമിലി പറയുന്ന കാര്യങ്ങൾ എന്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യും. കാരണം ഞാൻ തെറ്റായിട്ടുള്ള വഴി ചൂസ് ചെയ്യില്ലാതെ എന്റെ ഫാമിലിക്ക് ശരിക്കും അറിയാം. എന്റെ എന്നല്ല, ഞങ്ങളുടെ ഫാമിലിക്ക് ശരിക്കും അറിയാം. ഞങ്ങളുടെ 3 പേരുടെ കാര്യം എടുത്ത് ഞങ്ങളുടെ പാരന്റ്സ് അടിക്കാത്ത ടെൻഷൻ തൽക്കാലം നാട്ടുകാരും ഈ കാണുന്ന ആൾക്കാരൊന്നും ദയവ് അടിച്ച് വെറുതെ തല പോകേണ്ട കാര്യമില്ല. ഇപ്പോഴും കൂടി കമന്റ് ബോക്സിലുണ്ട് ചോദിക്കലാണ് അല്ലേ മമ്മേ? എന്റെ അങ്ങനെയല്ല ചോദിച്ചേക്കുന്നത്, എന്തോ ഒരു പ്രൊഡക്റ്റ് കടയിൽ പോയിട്ട് നമ്മള് പൈസ കൊടുത്തിട്ട് വാങ്ങൂലേ, അതേപോലെ ഞങ്ങള് 3 പേരെ ഇങ്ങനെ നിർത്തിയേക്കുക. ഓരോരുത്തർക്ക് വന്ന് തോന്നുമ്പോ എടുത്തോണ്ട് പോകാനും കഴിയുമ്പോ കൊണ്ട് വെക്കാനും ഇഷ്ടമുള്ളപ്പോ എടുത്തോണ്ട് പോവാനും വലിച്ചെറിയാനും എന്നിട്ട് എടുത്ത് വെച്ചേക്കുന്ന പോലെയാണ്. അതന്നെ, വേറെ ആളും നിങ്ങൾ നോക്കിയോ, വെറുതെ ഉടായ്പ പണിയും കൊണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വരാൻ നിന്നേക്കരുത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ചോദ്യം ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആർക്കും ഇല്ല. അതെ, ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളത് വീട്ടിലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാരും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം സമയം കളയും. ഞങ്ങളുടെ കാര്യം നോക്കി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. കാരണം നിങ്ങളുടെ മൂക്കിൽ പല്ല് മുളച്ചാലും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കില്ല. എന്തിനാ വെറുതെ സമയം കളയണ്ട, വേഗം പോയി കല്യാണം കഴിക്കണേ കഴിക്ക്. വെറുതെ ഞങ്ങൾക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്തിരിക്കണ്ട. ഞങ്ങളുടെ കാര്യം ഓർത്ത് തൽക്കാലം ആരും തലപുകയ്ക്കേണ്ട കാര്യമില്ല. കല്യാണം കഴിയുമ്പോഴാണ് ലൈഫ് കംപ്ലീറ്റ് ആവുന്നതാണ് ഗൈസ് എല്ലാവരുടെയും വിചാരം. ഒരു കുഞ്ഞാവയും കൂടി വരുമ്പോ കംപ്ലീറ്റ് ആയി ലൈഫ്. അതാണോ ലൈഫ്? ചിലപ്പോ നിങ്ങൾക്ക് അതായിരിക്കും ലൈഫ്, പക്ഷെ ഞങ്ങളുടെ ലൈഫ് അതല്ല ഗൈസ്. എല്ലാവർക്കും പറഞ്ഞില്ലേ, കാണുമ്പോഴൊക്കെ പേടിക്കണ്ട, മക്കളുടെ കല്യാണം നടക്കും. എന്റെ മമ്മേനെ അമ്മച്ചീനെയൊക്കെ ഓരോരുത്തരും സമാധാനിപ്പിക്കുവാണ്. അവരുടെ വായിന്ന് അവര് കേട്ടതിന് കൈ കണക്കൂല കേട്ടോ. അമ്മച്ചീന്റെ ഒക്കെ അടുത്ത് പറയാൻ ചെല്ലണ്ട, അവർ സമാധാനിപ്പിക്കുക. പേടിക്കണ്ട മക്കളുടെ കല്യാണമൊക്കെ നടക്കും, അത് നമുക്ക് ശരിയാക്കാന്ന് പറയുന്നത്. അത് ഞങ്ങള് പറഞ്ഞോ ഞങ്ങളെ കല്യാണം നടക്കുന്നില്ല, നിങ്ങളൊന്ന് നടത്തിത്താന്ന് പറഞ്ഞോ? സ്വപ്നം കല്യാണം കഴിക്കില്ലല്ലോ, അത് ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മനസ്സിലാക്കും. പിന്നെ ഞങ്ങളുടെ കല്യാണ പ്രായം എത്തുമ്പോ ഞങ്ങൾക്ക് അറിയാം കല്യാണം കഴിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം. ഞങ്ങളെ സമയമാകുമ്പോ ഞങ്ങൾ കഴിക്കും. ഇതിപ്പോ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോ അവരുടെ വിചാരം എന്താണെന്നറിയോ? നമ്മളൊരു ബിരിയാണി കഴിക്കുന്ന പോലെയും ഒരു സദ്യ കഴിക്കുന്ന പോലെയും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കല്യാണം കഴിക്കാന്ന്. അവർക്ക് സിമ്പിൾ ആയിരിക്കും, നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് ടൈം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതന്നെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഞങ്ങൾ ചെയ്യും അല്ലേ. അതില്
ഒരാളുടെ വോയിസ് ഞങ്ങൾ നോക്കില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. കല്യാണം കഴിക്കുന്നതാണ് ലൈഫ് എന്ന് നിങ്ങൾ കുറെ പേര് വിചാരിക്കുന്നുണ്ട് കല്യാണം കല്യാണം കഴിച്ചാൽ അവിടെ ലൈഫ് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതാണ് ലൈഫ്, കല്യാണമാണ് എല്ലാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിച്ച, പക്ഷെ ഞങ്ങളുടെ വിചാരം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. കല്യാണം കൊണ്ടൊന്നും ലൈഫിന്റെ ഒരു പേഴ്സൻറ്റേജ് പോലും ഉണ്ടല്ലോ അവിടെ ആയിട്ടില്ല. അവിടെ ഒട്ടും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ആയിട്ടില്ല. കല്യാണം കഴിച്ച് ഒരു കുഞ്ഞാവേനെ ഉണ്ടാക്കിയിടാൻ ആർക്കും ഏത് പെണ്ണുങ്ങൾക്കും എളുപ്പം കഴിയും. പക്ഷെ ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവുക, നമ്മുടെ എന്താ പറയുക ഫ്യൂച്ചർ സെറ്റ് ആക്കുക എന്നുള്ളത് അത്ര എളുപ്പം പിടിച്ച കാര്യമൊന്നുമല്ല. അതിപ്പോൾ പലരും പല രീതിയിൽ ചിന്തിക്കും. ഇതിപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൻ്റെ കാര്യമൊന്നും എനിക്കിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്തോ. പക്ഷേ ഞങ്ങളുടെ കല്യാണക്കാരെ ആലോചിച്ച് ആരും തല പോയിക്കണ്ട. അത് ഞങ്ങളുടെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും. കല്യാണം ആലോചിച്ചിട്ട് ഒറ്റ ഇങ്ങോട്ട് വരുവും വേണ്ട. ഇപ്പോഴേ പറഞ്ഞേക്കാം. വന്നവരുടെ അവസ്ഥയൊക്കെ അറിയാമല്ലോ, ഇനി കൂടുതൽ പറയണ്ടല്ലോ. ദാറ്റ്സ് ഓൾ.